നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും, നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും, നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. നാഥനെയുള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നങ്ങു പോകുന്നു ഞാൻ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 8-ാമത് വാക്യം: ഞാൻ വിതച്ചത് മറ്റൊരുത്തൻ തിന്നട്ടെ, എൻ്റെ സന്തതിക്ക് മൂലനാശം ഭവിക്കട്ടെ എന്ന് പറയുന്നതായ വാക്കുകളാണ്. ഭക്തൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ കാലുകളെയും എൻ്റെ ഹൃദയത്തെയും എൻ്റെ കൈകളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കമാക്കി വെച്ചിട്ടുണ്ടെന്നും, അങ്ങനെ അല്ല എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നന്മകൾ നഷ്ടപ്പെട്ടു പോവുകയും എൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തു കൊള്ളട്ടെ എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി പറയുന്നതായ വാക്കുകളാണ്. 39-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം, വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം, അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കുമെന്ന് അറിയുന്നില്ല. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വ്യർത്ഥമായ പരിശ്രമങ്ങൾ നടത്തി നിരവധി നന്മകളും ആ നിലയിലുള്ള അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിക്കുന്നു എങ്കിലും അവർക്കത് അനുഭവിക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്ന് ആഴമായി ബോധ്യപ്പെടുത്തുകയാണ്. തിന്മ കൊണ്ടും അനീതി കൊണ്ടും അകൃത്യം കൊണ്ടും ദുഷ്ടത കൊണ്ടുമൊക്കെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ച അനവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നത്തേതിൽ അത് നാശത്തിലേക്കും നഷ്ടത്തിലേക്കും കടന്നുപോയിട്ടുണ്ട്. അധ്വാനം കൂടാതെ അബ്രഹാം അനുഭവിക്കേണ്ടത് പിടിച്ചു വാങ്ങിയ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയാതെ നശിച്ചുപോയ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. തിന്മ കൊണ്ട് നേടിയതൊന്നും നിലനിൽക്കില്ലെന്ന് ഈ വാക്കുകൾ നമ്മെ ഓർപ്പിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ വിതയ്ക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് കൊയ്യുവാനും അവർക്ക് പാണ്ഡികശാലയിൽ കൂട്ടിവയ്ക്കുവാനും കഴിയാതെ പോയി എന്ന് വായിക്കുമ്പോൾ തന്നെ അവർ അനീതി കൊണ്ടല്ല അവർ ഉണ്ടാക്കിയത്, അവരുടെ അധ്വാനമായിരുന്നു. എന്നാൽ യഹോവയായ ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ പരാക്രമശാലിയാണ്, ഞാൻ നിന്നോടുകൂടെയുണ്ട്, എൻ്റെ ആത്മാവിനെ നിൻ്റെ മേൽ പകരുമ്പോൾ നീ വിതച്ചത് കൊയ്തെടുക്കും എന്നോർമ്മപ്പെടുത്തുന്നുണ്ട്. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, നിൻ്റെ അധ്വാനഫലം നീ തിന്നും, നിൻ്റെ ധനശിഷ്ടം നീ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കും എന്നുള്ള പദപ്രയോഗങ്ങളാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനീതി കൊണ്ടല്ല നാം നേടിയതെങ്കിൽ, അധ്വാനം കൊണ്ടും കഷ്ടപ്പാടുകൊണ്ടും നേടിയെടുത്തത് നഷ്ടമായി പോയാൽ ആ നഷ്ടങ്ങളെ ലാഭമാക്കുന്നൊരു ദൈവമുണ്ട്. അല്ല, തിന്മ കൊണ്ടാണ് നേടിയതെങ്കിൽ അത് അധികകാലം നിലനിൽക്കില്ലെന്നും അത് നഷ്ടമായി പോകുമെന്നും നമ്മെ ബോധ്യപ്പെടുത്തുകയുമാണ്. ഭക്തിയോടും നീതിയോടും നിഷ്കളങ്കതയോടും ജീവിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ അധ്വാനഫലം അവർ ഭക്ഷിക്കുകയും അതിൻ്റെ ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായൊരു പശ്ചാത്തലമുണ്ടാകുമെന്നും തിരുവചനം ആഴമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. തിന്മ കൊണ്ടും അനീതി കൊണ്ടും അകൃത്യം കൊണ്ടും ദുഷ്ടത കൊണ്ടും കൈമുതൽ നേടിയാൽ നിലനിൽക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീതിയോടും പരമാർത്ഥതയോടും കൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ജീവിപ്പാനും ആ നിലകളുള്ള നന്മകൾ അനുഭവിപ്പാനും ആ ഫലം നമുക്ക് അനുഭവിപ്പാനും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി
നമുക്ക് സംഭരിച്ചു വെക്കുവാനും കഴിയേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളുടെ അധ്വാനബലം ഞങ്ങൾ ഭക്ഷിക്കേണ്ടതിന്, ഞങ്ങളുടെ ധനഷ്ടം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശേഷിപ്പിക്കേണ്ടതിന്, തിന്മ കൊണ്ടല്ല നീതി കൊണ്ട് സമ്പാദ്യങ്ങൾ നേടുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ നിലകളിൽ ഞങ്ങളെ നടത്തണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.